ബംഗാളിലെ രാംപൂർഹാട്ടിലുള്ള ഒരു ഇരുണ്ട പാർട്ടി ഓഫീസ്. സമയം അതിരാവിലെ. ഒരു വലിയ മുറിയുടെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് ഒരു വാർത്ത പുറത്തേക്ക് വരികയാണ്. വെറുമൊരു വാർത്തയായിരുന്നില്ല അത്. ഇന്ത്യൻ രാഷ്ട്രീയത്തെ, പ്രത്യേകിച്ചും ബംഗാൾ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കിയ ഒരു മരണവാർത്ത. ബംഗാളിലെ ഒരു മുൻ മന്ത്രിയും നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറുമായിരുന്ന ഒരു അതികായൻ ഇതാ പാർട്ടി ഓഫീസിലെ സീലിംഗ് ഫാനിൽ തൂങ്ങി മരിച്ചിരിക്കുന്നു. നിമിഷങ്ങൾക്കകം ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കിപ്പുറം കേരളത്തിലെ മലയാളികളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും ഈ വാർത്ത ഫ്ലാഷ് ചെയ്തു. പക്ഷേ കേരളത്തിലെത്തിയപ്പോൾ ആ മരണവാർത്തയുടെ രൂപവും ഭാവവും മറ്റൊന്നായിരുന്നു. മലയാളികളെ ഒന്നടങ്കം ഞെട്ടിച്ച, അല്ലെങ്കിൽ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച ഒരു വലിയ മാധ്യമ നാടകമായിരുന്നു പിന്നീട് അവിടെ അരങ്ങേറിയത്. സത്യത്തിൽ ആരായിരുന്നു മരണപ്പെട്ട ആ നേതാവ്? എന്തിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിപ്പോയാൽ നിങ്ങൾ ചെന്നെത്തുക ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ചോര പുരണ്ട ചരിത്രത്തിലേക്കും സ്വന്തം പാർട്ടിയുടെ ചതിയിലേക്കും ഒടുവിൽ നെഞ്ചു പൊട്ടുന്ന ഒരു വലിയ കുറ്റബോധത്തിലേക്കുമായിരിക്കും. ഓഗസ്റ്റ് 16 കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർ ഫേസ്ബുക്കിലൂടെ വാർത്തകൾ സ്ക്രോൾ ചെയ്തു പോവുകയാണ്. പെട്ടെന്നാണ് മനോരമ ഓൺലൈൻ്റെ ഒരു പോസ്റ്റർ അവരുടെ കണ്ണിലുടക്കുന്നത്. രക്തവർണ്ണത്തിലുള്ള ഒരു പശ്ചാത്തലത്തിൽ ഒരു നേതാവിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം. അതിലെ വലിയ അക്ഷരങ്ങൾ ഇങ്ങനെയായിരുന്നു: ബംഗാൾ മുൻ മന്ത്രി ആശിഷ് ബാനർജി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ. ഒറ്റനോട്ടത്തിൽ ഏതൊരു മലയാളിയും ഒന്ന് ഞെട്ടും. ബംഗാൾ പാർട്ടി ഓഫീസ്, മുൻ മന്ത്രി, അതെല്ലാം എഴുതിയിരിക്കുന്ന പശ്ചാത്തലത്തിൻ്റെ നിറം ചുവപ്പ്. ഈ 3 വാക്കുകൾ ഒരുമിച്ച് കേൾക്കുമ്പോൾ, അവ നിരത്തി വച്ചിരിക്കുന്ന ചുവന്ന പശ്ചാത്തലം കൂടി കാണുമ്പോൾ ശരാശരി മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുക CPM എന്ന പാർട്ടി മാത്രമാണ്. മരണപ്പെട്ട ആശിഷ് ബാനർജി ഏത് പാർട്ടിക്കാരനാണ് എന്ന ഒരു ചെറിയ വാക്ക് പോലും ആ വലിയ പോസ്റ്ററിൽ എവിടെയും മനോരമ നൽകിയിരുന്നില്ല. അത് വെറും ഒരു അബദ്ധമായിരുന്നില്ല, അതൊരു കൃത്യമായ ഡിജിറ്റൽ കെണിയായിരുന്നു. മനോരമയുടെ CPM വിരോധം എത്രയുണ്ട് എന്ന് കാണിച്ചു കൊടുത്ത ഒരു അടയാളം കൂടിയായിരുന്നു അത്. കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കുള്ള CPM വിരോധത്തെ എങ്ങനെ തങ്ങളുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക്കാക്കി മാറ്റാമെന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായിരുന്നു ആ പോസ്റ്റർ. അപ്പോൾ ബംഗാളിൽ CPMൻ്റെ മുൻ മന്ത്രി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ചോ എന്ന സംശയത്തോടെ, ആകാംക്ഷയോടെ മലയാളികൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തു. എന്നാൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാർത്തയുടെ ഉള്ളിലേക്ക് കയറിയവർക്ക് കാണാൻ കഴിഞ്ഞത് മറ്റൊരു കാഴ്ചയാണ്. വാർത്തയുടെ യഥാർത്ഥ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ബംഗാൾ മുൻ മന്ത്രി ആശിഷ് ബാനർജി പാർട്ടി ഓഫീസിൽ തൂങ്ങി മരിച്ച നിലയിൽ, മമതയുടെ അടുത്ത അനുയായി. അതെ, പുറത്ത് ഒരു സസ്പെൻസ് ഇട്ട് CPM വിരോധം ആളിക്കത്തിച്ച് വായനക്കാരെ ഉള്ളിലേക്ക് വലിച്ചിഴച്ച ശേഷം അകത്ത് കയറുമ്പോൾ പറയുന്നു അദ്ദേഹം തൃണമൂൽ കോൺഗ്രസ് നേതാവാണെന്ന്. മാധ്യമ ധാർമ്മികതയുടെ മുഖത്തേക്കേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ ഫ്രെയിമിംഗ് തന്ത്രം. എന്നാൽ ഈ മാധ്യമ നാടകങ്ങൾക്കപ്പുറം മരണപ്പെട്ട ആശിഷ് ബാനർജി ആരാണെന്ന് മലയാളികൾ അറിഞ്ഞാൽ ശരിക്കും അവർ ഞെട്ടും. കാരണം അദ്ദേഹം വെറുമൊരു തൃണമൂൽ നേതാവായിരുന്നില്ല. ബംഗാൾ രാഷ്ട്രീയത്തിൽ 3.5 പതിറ്റാണ്ടുകാലം ഇളകാതെ നിന്ന ഒരു ചുവപ്പ് കോട്ടയുണ്ടായിരുന്നു. CPM എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ ഉരുക്കുകോട്ട. ആ കോട്ടയുടെ അടിത്തറ തോണ്ടാൻ മമതാ ബാനർജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചുക്കാൻ പിടിച്ച വിശ്വസ്തനായ പോരാളിയായിരുന്നു ആശിഷ് ബാനർജി. ബർദ്വാൻ സർവകലാശാലയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഒരു കോളേജ് പ്രൊഫസർ. അക്രമാസക്തമായ ബംഗാൾ രാഷ്ട്രീയത്തിൽ ക്രിമിനൽ പശ്ചാത്തലങ്ങളില്ലാത്ത അക്കാദമിക തലമുള്ള ഒരു മാന്യനായ നേതാവ്. 2001 മുതൽ രാംപൂർഹട്ട് മണ്ഡലത്തിൽ നിന്നും 5 തവണയാണ് അദ്ദേഹം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. CPM അധികാരത്തിൻ്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും സ്വന്തം വ്യക്തിപ്രഭാവം കൊണ്ട് അദ്ദേഹം പ്രതിപക്ഷ നിരയിൽ തിളങ്ങി നിന്നു. പിന്നീട് ബംഗാൾ കണ്ടത് സിംഗൂരിലെയും നന്ദിഗ്രാമിലെയും ഐതിഹാസികമായ പ്രക്ഷോഭങ്ങളാണ്. ഇടതുപക്ഷ സർക്കാരിൻ്റെ അടിവേരിളക്കിയ ആ സമരങ്ങളിൽ മമതാ ബാനർജിയുടെ വലം കൈയായി നിന്നത് ആശിഷ് ബാനർജിയായിരുന്നു. 2006 നിയമസഭാ സംഘർഷങ്ങളിൽ സർക്കാരിനെതിരെ ഏറ്റവും വലിയ ആക്രമണം അഴിച്ചുവിട്ടവരിൽ ഒരാൾ അദ്ദേഹമായിരുന്നു. CPMനെ ബംഗാളിൽ നിന്ന് തുരത്തണം, മമതയെ മുഖ്യമന്ത്രിയാക്കണം, ഇത് മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിനായി അദ്ദേഹം രാപ്പകൽ അധ്വാനിച്ചു. ബീർഭൂം പോലൊരു ചുവപ്പ് കോട്ടയിൽ അദ്ദേഹം തൃണമൂൽ കോൺഗ്രസിൻ്റെ വിത്ത് പാകി. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. ബംഗാളിൽ CPM താഴെ വീണു. മമതാ ബാനർജി അധികാരത്തിലേറി. CPMനെ താഴെ ഇറക്കി മമത അധികാരത്തിൽ വന്നപ്പോൾ സ്വാഭാവികമായും ആശിഷ് ബാനർജി ഒരു വലിയ നേതാവായി മാറി. വിദ്യാഭ്യാസം, കൃഷി തുടങ്ങിയ വകുപ്പുകളുടെ മന്ത്രിയായും പിന്നീട് ഡെപ്യൂട്ടി സ്പീക്കറായും അദ്ദേഹം നിയമിക്കപ്പെട്ടു. പക്ഷേ അധികാരത്തിൻ്റെ മധുരം അധികകാലം നീണ്ടു നിന്നില്ല. താൻ ജീവൻ കൊടുത്ത് വളർത്തിയ പാർട്ടി പതുക്കെ പതുക്കെ ഒരു അഴിമതിയുടെ കൂപമായി മാറുന്നത് അദ്ദേഹം നിസ്സഹായതയോടെ നോക്കി നിന്നു. അഴിമതികളില്ലാത്ത ഒരു ഭരണമായിരുന്നു അദ്ദേഹം സ്വപ്നം കണ്ടത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു.
താരാപീഠ് രാംപൂർഹട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ അറിവില്ലാതെ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ വലിയ അഴിമതി ആരോപണങ്ങൾ ഉയർന്നു വന്നു. മാഫിയകളും ഗുണ്ടാ സംഘങ്ങളും പാർട്ടിയെ ഹൈജാക്ക് ചെയ്തു. കല്യാൺ ബാനർജിയെയും അഭിഷേക് ബാനർജിയെയും പോലെയുള്ളവർ പാർട്ടിക്കുള്ളിൽ അധികാരത്തിന് വേണ്ടി തമ്മിലടിച്ചു. തൻ്റെ നേർക്ക് അഴിമതി ആരോപണങ്ങൾ ഉയർന്നപ്പോൾ തന്നെ സംരക്ഷിക്കാൻ മമതാ ബാനർജി വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. കാരണം മമതയ്ക്ക് വേണ്ടി CPM-ൻ്റെ ആക്രമണങ്ങളെ നെഞ്ചു വിരിച്ച് നേരിട്ട വ്യക്തിയാണ് താൻ. പക്ഷേ അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റിയത്. പഴയ കാലത്തെ ആ ബുദ്ധിജീവിയെ മമതയ്ക്കിനി ആവശ്യമില്ലായിരുന്നു. അവർ അദ്ദേഹത്തെ ക്രൂരമായി തഴഞ്ഞു. പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു. ആരും അദ്ദേഹത്തെ കേൾക്കാൻ തയ്യാറായില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവായി. രാംപൂർഹട്ട് മണ്ഡലത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടു. ആ പരാജയത്തെക്കാൾ അദ്ദേഹത്തെ തളർത്തിയത്, തന്നെ പരാജയപ്പെടുത്തിയത് ആരാണ് എന്ന സത്യമാണ്. അത് BJP ആയിരുന്നു. ആ നിമിഷം അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നുപോയ ചിന്തകൾ എന്തായിരുന്നിരിക്കാം? ഒരു കാലത്ത് മതസാഹോദര്യത്തിനും മതേതരത്വത്തിനും പേരുകെട്ട ബംഗാൾ മണ്ണ്, വർഗീയതയുടെ ഒരു ചെറിയ വിത്ത് പോലും വീഴാൻ അനുവദിക്കാതെ CPM കാത്തു സൂക്ഷിച്ച ആ വലിയ സാമ്രാജ്യം, ആ CPM-നെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാൻ താൻ മുന്നിൽ നിന്ന് നയിച്ചു. പകരം താൻ കൊണ്ടുവന്ന ആരെയാണ്? അഴിമതിക്കാരായ തൃണമൂൽ നേതാക്കളെ. ഇപ്പോൾ താൻ കാരണം താൻ ഉണ്ടാക്കിയ ആ ശൂന്യതയിലേക്ക് BJP എന്ന വർഗീയ ശക്തി വളർന്നു വരുന്നു. ബംഗാളിൻ്റെ അധികാരം BJP-യിലേക്ക് പോകുന്നതിൻ്റെ കൃത്യമായ സൂചനകൾ അദ്ദേഹം ആ തിരഞ്ഞെടുപ്പിൽ കണ്ടു. ഇതൊരു വലിയ തിരിച്ചറിവായിരുന്നു. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ പോരാടിയത് തെറ്റായ ശത്രുവിനോടായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിലാക്കി. CPM-നെ ദ്രോഹിച്ച് അധികാരത്തിൽ നിന്ന് പുറത്തിറക്കിയത് വഴി തൻ്റെ പ്രിയപ്പെട്ട ബംഗാളിനെ താൻ തന്നെ BJP-ക്ക് തീരെഴുതി കൊടുക്കുകയായിരുന്നില്ലേ എന്ന ചിന്ത അദ്ദേഹത്തിൻ്റെ ഉറക്കം കെടുത്തിയിരിക്കണം. സ്വന്തം പാർട്ടി അഴിമതിയിൽ മുങ്ങിത്താഴുമ്പോൾ, സംസ്ഥാനത്ത് വർഗീയത പിടിമുറുക്കുമ്പോൾ, ഒരു കാലത്ത് സമാധാനമുണ്ടായിരുന്ന ബംഗാളിനെ ഓർത്ത് അദ്ദേഹം കരഞ്ഞിട്ടുണ്ടാകണം. ഒടുവിൽ ആ കുറ്റബോധം അദ്ദേഹത്തെ വേട്ടയാടാൻ തുടങ്ങി. താൻ കാരണം തകർന്നടിഞ്ഞത് ഒരു നാടിൻ്റെ ഭാവിയാണെന്ന സത്യം ഉൾക്കൊള്ളാൻ ആ മുൻ പ്രൊഫസർക്ക് കഴിഞ്ഞില്ല. ലെലൻഡോ പോലെയുള്ള ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം സംഭവ സ്ഥലത്ത് നിന്നും കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി വച്ചു: രാഷ്ട്രീയ ജീവിതത്തിൽ ഞാനൊരു പൈസ പോലും അഴിമതി നടത്തിയിട്ടില്ല. രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചത് തെറ്റായിപ്പോയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. എൻ്റെ കുടുംബത്തിലെ ആരും ഇനി രാഷ്ട്രീയത്തിൽ വരരുത് എന്നുകൂടി അദ്ദേഹം അതിൽ കുറിച്ചു വച്ചു. CPM-നെ തകർക്കാൻ ഉപയോഗിച്ച അതേ പാർട്ടി ഓഫീസിൽ വച്ച് തൻ്റെ പഴയകാല തെറ്റുകളുടെ ഭാരം താങ്ങാനാകാതെ ആ വലിയ മനുഷ്യൻ ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിച്ചു. അദ്ദേഹം മരിക്കേണ്ടവനല്ലായിരുന്നു. പക്ഷേ ചരിത്രം ചിലർക്ക് മാപ്പ് നൽകില്ല. അന്ധമായ രാഷ്ട്രീയ വിരോധം വച്ച് ഒരു നല്ല ഭരണത്തെ അട്ടിമറിക്കാൻ കൂട്ടുനിന്നാൽ കാലം അവർക്കായി കാത്തുവയ്ക്കുന്നത് വല്ലാത്തൊരു കാവ്യനീതിയായിരിക്കും. ആശിഷ് ബാനർജിയുടെ മരണം നമുക്ക് നൽകുന്ന സന്ദേശവും അതുതന്നെയാണ്. താൻ ചെയ്ത തെറ്റിൻ്റെ പ്രായശ്ചിത്തമായി കടുത്ത കുറ്റബോധത്തോടെ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് അദ്ദേഹം യാത്രയായി. ഇതൊന്നും പറയാതെ ഇങ്ങനെയൊരു മനുഷ്യൻ്റെ മരണത്തെപ്പോലും തങ്ങളുടെ രാഷ്ട്രീയ ലാഭങ്ങൾക്കും കുറച്ച് ക്ലിക്കുകൾക്കും വേണ്ടി വിറ്റുതുലച്ച മനോരമയെപ്പോലുള്ള മാധ്യമങ്ങളെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്നുള്ളതാണ് അവസാനമുയരുന്ന ചോദ്യം.